ആർ ബാലകൃഷ്ണപിള്ളയെ യു.ഡി.എഫിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് എ ഗ്രൂപ്പ് രംഗത്ത്. പിള്ളയെ ഉടൻ മുന്നണിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് എം ഹസൻ രംഗത്തെത്തി. എന്നാൽ പിള്ളയെ പുറത്താക്കും മുൻപ് പി.സി. ജോർജിനെയാണ് പുറത്താക്കേണ്ടതെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ രംഗത്തെത്തിയത് ഇക്കാര്യത്തിലുള്ള ഭിന്നത വ്യക്തമാക്കി. കെ.എം. മാണിക്കെതിരെ കൂടുതൽ അഴിമതി ആരോപണം ഉന്നയിച്ചതിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ചൊരിഞ്ഞതോടെയാണ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായ നീക്കം കോൺഗ്രസിലെ എ വിഭാഗം ശക്തമാക്കിയത്. യു.ഡി.എഫുമായുള്ള വൈകാരിക ബന്ധത്തിൽ ശ്വാസം മുട്ടുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ മോചിപ്പിക്കണമെന്ന് തിരുവനന്തപുരം കേസരി ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഹസൻ പരിഹാസരൂപേണ പറഞ്ഞു. മോചിപ്പിച്ചാൽ അഴിമതിക്കെതിരെ പോരാടാൻ കേരളത്തിൽ ഒരു അണ്ണാ ഹസാരിയെ ലഭിക്കുമെന്നായിരുന്നു ഹസന്റെ പരിഹാസം. എന്നെ മോചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിക്കണം. ആ വൈകാരിക ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം. 28-ാം തീയതി യു.ഡി.എഫിന്റെ യോഗം കൂടുന്നുണ്ട്. അങ്ങനെ മോചിപ്പിച്ചാൽ കേരളത്തിന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു അണ്ണാ ഹസാരിയെ നമുക്ക് പുതുതായിട്ട് കിട്ടും. അതുപോലെ അദ്ദേഹം ബാലകൃഷ്ണപിള്ള ചേട്ടന് ഒരിക്കലും അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടം നയിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും അസുലഭമായ ഒരു അവസരം. അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ അച്ഛനും മകനും കൂടി ഈ നേതൃത്വം നൽകുന്ന ഒരവസ്ഥ. അതേസമയം ഹസന്റെ പ്രസ്താവന വ്യക്തിപരമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ നീക്കത്തിന് പാർട്ടിയുടെ പിന്തുണ ഇല്ലെന്ന സൂചനയും നൽകി. പിള്ളയെയല്ല, അതിനു മുമ്പേ പി.സി. ജോർജിനെയാണ് പുറത്താക്കേണ്ടതെന്ന് അജയ് തറയിൽ പറഞ്ഞു. പി.സി. ജോർജിനെ മഹത്വവൽക്കരിക്കുകയും ആർ ബാലകൃഷ്ണപിള്ളയെ ഇവിടെ പുകച്ചു പുറത്തിയാടിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ജനമുണ്ട്, ഒരു ജനതയുണ്ട്, ഒരു സത്യമന്വേഷികളായ മനസാക്ഷിയുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ മുമ്പിൽ യു.ഡി.എഫിന്റെ മുഖം വികൃതമാകും. പിള്ളയെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയതിനെ കുറിച്ച് ആലോചിക്കാൻ 28-ന് യു.ഡി.എഫ് യോഗം ചേരാനിരിക്കെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.